ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വയനാടിൻ്റെ മനോഹരമായ മലനിരകളുള്ള അഡ്രക് മൗണ്ടെയിൻ മിസ്റ്റ് റിസോർട്ടിലേക്കാണ്. വളരെ ശാന്തവും മനോഹരവുമായ ഒരു റിസോർട്ടാണ് അഡ്രക് മൗണ്ടെയിൻ മിസ്റ്റ് റിസോർട്ട്. അത് വയനാട്ടിൽ ഇരുളം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം മെയിൻ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ അഡ്രക് മൗണ്ടെയിൻ മിസ്റ്റ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. അപ്പോൾ വയനാട് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയാം മൗണ്ടെയിൻ മിസ്റ്റ് റിസോർട്ട്. ഇത് കാടിൻ്റെ ഏകദേശം ഒരു ഉള്ളിലോട്ട് പോകണം. കാടാണ്, ഇതിന് ചുറ്റും കാടാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ, എൻ്റെ ചേച്ചി, എൻ്റെ ഒരു കസിനുണ്ട്, അവളും ഇവിടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് നമ്മുടെ സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ടും കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ കാപ്പിത്തോട്ടമാണിത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുക്കാൻ എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ് കേട്ടോ. അത്രയേറെ ശാന്തത നിറഞ്ഞതാണ്. വളരെ ഭംഗിയോടുകൂടി, എന്ത് ഭംഗിയാണെന്നറിയോ ഇതിനുള്ളിൽ. നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മാത്രമായിട്ട്. അപ്പം ഞാൻ ഒരു ഇരുളം സ്വദേശിയാണ്. വളരെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. നമ്മുടെ നാട്ടിലൊരു റിസോർട്ടുണ്ടല്ലോ എന്നൊക്കെ അഭിമാനിക്കാം. കണ്ടോ, ഇവിടെ കാണുന്ന ഒരു പാലം കാണുന്നുണ്ട്. കണ്ടോ, ബാമ്പു കൊണ്ട് ഇവർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. വളരെ ഭംഗിയായിട്ടാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അതിന് മുകളിലൊക്കെ കയറാൻ സാധിക്കും. അപ്പം കുറേ വലിയ വലിയ ബാംബൂസൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ വലിയ മരങ്ങളുള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പും നല്ലൊരു തണലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ റിസോർട്ടിൻ്റെ ഉള്ളിലെത്താറായി. അങ്ങനെ അപ്പം നമ്മളിപ്പോൾ കാണുന്നത്, നേരെ ആദ്യം കാണുന്ന ആ ബിൽഡിങ് ഈ റിസോർട്ടിൻ്റെ ആദ്യത്തെ, ഇത് മാത്രമല്ല കേട്ടോ, ഈ ബിൽഡിങ് മാത്രമല്ല, കുറേ വില്ലാസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം നോക്കിക്കേ, നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആണല്ലേ. നല്ല ട്രഡീഷണൽ ലുക്കിലുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് കാണുന്നത്. ഫ്രണ്ടിലായിട്ടൊരു കാറ് കിടപ്പുണ്ട്, അത് ഇവിടുത്തെ മാനേജറിൻ്റെയാണ് കേട്ടോ. മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് നല്ല പച്ചപ്പാർന്ന ഹരിത ഭംഗിയോടുകൂടി വളരെ മനോഹരമായി തന്നെ ഉള്ള ഒരു റിസോർട്ടാണ്. ഈ കാണുന്ന ഈ മരത്തിൽ കുറേ മഞ്ഞ പൂക്കളുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല കേട്ടോ. കുറേ ഉണ്ട്, ചില സമയത്ത് അത് പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. അപ്പം നല്ല ക്ലീനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. കണ്ടോ, നല്ല മനോഹരമായ ഒരു ബാംബു ഹൗസ്. തികച്ചും മൊത്തത്തിൽ ബാംബു കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ബാംബു ഹൗസാണ്. ഇതിൻ്റെ അടിയിലാണെങ്കിൽ പോലും അവിടെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇരിക്കാനും ആളുകൾക്ക് ആടാനൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരികയാണ് മൊത്തത്തിൽ ഈ ബിൽഡിങ്ങിനെ കുറിച്ച്. അപ്പം കസിൻ അവിടെ കിടന്ന് ഊഞ്ഞാലാടട്ടെ, ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കണ്ടോ, അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പിൽ കൂടെ മുകളിലേക്ക് കയറുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാംബു ഹൗസാണ് കേട്ടോ. ഈ റിസോർട്ടിലെ വെച്ച് ഇതിനുള്ളിൽ ഒരിക്കൽ ഞങ്ങൾ വന്നപ്പോൾ ഇതിനകമൊക്കെ തുറന്നു നോക്കിയിരുന്നു, പക്ഷേ ഈ തവണ അത് പൂട്ടിയിട്ടേക്കാണ്. അങ്ങനെ ഞങ്ങൾ ബാംബു ഹൗസൊക്കെ വിസിറ്റ് ചെയ്തു, നേരെ വീണ്ടും തിരിച്ചു പോവുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ. എന്തുകൊണ്ടോ എനിക്ക് അതിനുള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, അത് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജർ, രൂപേഷ് ചേട്ടൻ. അപ്പം ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. നല്ല ഒരുപാട് ബാംബൂസിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇപ്പോൾ പുള്ളിക്കാരിക്ക് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന് വളരെ കൺഫ്യൂഷനാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എല്ലാം ഒക്കെ കണ്ട് അങ്ങനെ പോവാണ്. പോകുന്ന വഴിയിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റോപ്പ് നെറ്റ് ക്ലൈമ്പിങ് കാണാൻ സാധിക്കും കേട്ടോ. ഇത് നമ്മൾ ഈ പട്ടാളക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ.
ഇത് കാണുമ്പോഴൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് വലിഞ്ഞു കയറാമെന്നൊക്കെ തോന്നും, പക്ഷെ ബാലൻസ് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരിക്ക് അതിലൊക്കെ വലിഞ്ഞു കയറണമെന്നുണ്ട്, അങ്ങനെ നേരെ പുള്ളിക്കാരി അതിൽ വലിഞ്ഞു കയറുന്നുണ്ട്. എന്താവോ എന്തോ. എനിക്കും കയറണമെന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഈ പട്ടാളക്കാരൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ചലഞ്ചൊക്കെ ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.